ഈഴവരെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിക്കാൻ ചില ആൾക്കാർ കുറെ കാലമായി ഇവിടെ ആഞ്ഞു പണിയെടുക്കുന്നുണ്ട്. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തല്ലിപ്പിക്കുക, ഈഴവരെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിപ്പിക്കുക, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിപ്പിക്കുക, അങ്ങനെ കലാപരിപാടികളായി ചിലർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നരേശന്റെ കോലം കത്തിച്ചു, അതോടൊപ്പം ശ്രീ സാദിഖ് അലി തങ്ങളുടെ കോലം കത്തിച്ചു തുടങ്ങിയ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് പശ്ചാത്തലമായിട്ട് മോഹൻലാലിന്റെ ഏറ്റവും പ്രസിദ്ധമായ സിനിമകളിലൊന്നായ മംഗലശ്ശേരി നീലകണ്ഠൻ വേഴ്സസ് നമ്മുടെ മുണ്ടക്കൽ ശേഖരൻ, ഇത് രാവണപ്രഭുവിൽ നിന്നെടുത്തുള്ളതാണ്. അപ്പോൾ അതിലെ ഒരു രംഗം നോക്കുന്നു കാണാം. ചെയ്യില്ല, തമ്മിൽ ഒരുത്തനെ കൊന്നു തീർക്കാനായിരുന്നെങ്കിൽ എനിക്കും നീലനും അത് എന്നെ ആവാമായിരുന്നു. അവനുണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് മുണ്ടക്കൽ ശേഖരനുണ്ടായത്. അതാണ് അതിന്റെ സൈക്കോളജി. അതായത് മുണ്ടക്കൽ ശേഖരൻ ഉണ്ടാകണമെങ്കിൽ മംഗലശ്ശേരി നീലകണ്ഠൻ വേണം, മംഗലശ്ശേരി നീലകണ്ഠൻ ഉണ്ടാവണമെങ്കിൽ മുണ്ടക്കൽ ശേഖരൻ വേണം. ഇതാണ് ദ്വന്ദ്വങ്ങൾ. അതായത് എ ഉണ്ടെങ്കിലേ ബി ഉള്ളൂ, ബി ഉണ്ടെങ്കിലേ എ ഉള്ളൂ. തീവ്ര ഹിന്ദുത്വം ഉണ്ടെങ്കിലേ തീവ്ര ഇസ്ലാമിസം ഉള്ളൂ, തീവ്ര ഇസ്ലാമിസം ഉണ്ടെങ്കിലേ തീവ്ര ഹിന്ദുത്വം ഉള്ളൂ. അതായത് ഇസ്ലാമിസ്റ്റ് തീവ്രതയുണ്ട്, അതിൽ നിന്ന് ഈ നാടിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞാണ് തീവ്ര ഹിന്ദുത്വവാദികൾ വരുന്നത്. തീവ്ര ഹിന്ദുത്വവാദികളുണ്ട്, അതുകൊണ്ട് നമ്മുടെ ഈ നാടിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വരുന്നത്. യഥാർത്ഥത്തിൽ രണ്ടുപേരും പരസ്പരം ഫീഡ് ചെയ്യുകയാണ്, രണ്ടുപേരും പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുകയാണ്. ഇവർ രണ്ടുപേരും പരസ്പരം ഉത്തേജനം കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഈ തീവ്ര ഹിന്ദുത്വവാദികളും തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഇന്നല്ല എന്നും പ്രവർത്തിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈഴവ സമൂഹത്തെയും മുസ്ലിം സമൂഹത്തെയും തമ്മിൽ തല്ലിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ പിന്നിൽ നിങ്ങൾ വിചാരിക്കും അതിഭീകരമായ എന്താ പറയണേ ഒരു RSS BJP അജണ്ട തുടങ്ങിയ കാര്യങ്ങളുണ്ട് എന്ന്. അങ്ങനെ സംശയിക്കുന്നതിൽ പല ആൾക്കാരും തെറ്റ് പറയുന്നുമില്ല. ഞാൻ പ്രത്യേകിച്ച് ചില ആൾക്കാർ എന്നോട് പറയും രാഹുൽ ഈശ്വർ RSSനോട് സോഫ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ പറയാത്തത് എന്ന്. അങ്ങനെയല്ല. അത് RSSോ BJPയോ അല്ല. ഇത് കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നത് ഇന്ന് രാവിലെ നമ്മുടെ RSSന്റെ സർസംഘചാലക് മോഹൻ ഭഗവത് ജി ഫോണിൽ വിളിച്ചിട്ട് വെള്ളാപ്പള്ളി നരേശനോട്, വെള്ളാപ്പള്ളി നരേശൻ ജി നിങ്ങൾ മലപ്പുറത്ത് പോകൂ, മലപ്പുറത്തെ അറ്റാക്ക് ചെയ്യൂ, മുസ്ലിങ്ങളെ അറ്റാക്ക് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്നാണ് പലരും വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, അദ്ദേഹം നായർ ഹിന്ദു സമുദായത്തിലുള്ള വ്യക്തിയാണ്. അദ്ദേഹം കണിച്ചുകുളങ്ങരയിൽ 2 ദിവസം മുമ്പ് എത്തിയിരുന്നു. അദ്ദേഹവും തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നരേശൻ സാറും കൂടി ഒരുമിച്ചിരുന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഒരു മാസ്റ്റർ പ്ലാൻ ഇട്ടു, നേരെ നിങ്ങൾ അങ്ങോട്ട് പോകൂ, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്നൊന്നും അല്ല. അങ്ങനെയല്ല എൻ്റെ സൈക്കോളജി. എൻ്റെ സൈക്കോളജി ഞാൻ മുമ്പൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, നോക്കിയിരുന്നാൽ മതി. വെള്ളാപ്പള്ളി സാർ അവിടെ ചെന്നു. അവിടെ തീയരാണ് കൂടുതൽ. തീയരെന്ന് പറഞ്ഞാൽ നമ്മുടെ മലബാർ ഭാഗത്തുള്ള ഈഴവ, അല്ലെങ്കിൽ ഈഴവനും തീയരും ആത്യന്തികമായ ഒന്നാണ്, പക്ഷെ എന്നാൽ കുറച്ച് സാംസ്കാരികമായ വ്യത്യാസങ്ങളൊക്കെയാണ്. അപ്പൊ ആ തീയരെയും ഈഴവരെയും ഒക്കെ ഒന്നിപ്പിക്കാനും ഒരുപാട് ആൾക്കാർ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കോമൺ ആയിട്ട് പറയണം. അപ്പൊ ആ കോമൺ എന്ന കാര്യം അപ്പുറത്തൊരു ശത്രു ഉണ്ടെന്ന് പറയുന്നത് എളുപ്പമാണ്. ആ സിമ്പിൾ സൈക്കോളജിയുടെ പേര് പറയുന്നതാണ്. വെള്ളാപ്പള്ളി സാറ് തന്നെ 4 ദിവസം മുമ്പ് ശ്രീ PC ജോർജിനെ കുറിച്ച് പറയുകയുണ്ടായി. PC ജോർജ് BJPക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ലവ് ജിഹാദ് എന്ന കള്ളം പറയുന്നത്. അങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ട് PC ജോർജിന് സ്ഥാനക്കയറ്റം കിട്ടിയെന്നൊക്കെ. യഥാർത്ഥത്തിൽ ഈ വെള്ളാപ്പള്ളി സാറിന് അങ്ങനെ മുസ്ലിം വിരോധമൊന്നും ഉള്ളിൻ്റെ ഉള്ളിലില്ല. അവിടെ പോയപ്പോൾ അവിടുത്തെ ആൾക്കാരെ ഒന്ന് കൈയടിപ്പിക്കണം, അവിടുത്തെ ആൾക്കാരെ ഒന്ന് എനർജൈസ് ചെയ്യണം എന്ന് വിചാരിച്ച് പറയുന്നതാണ്. അതാണ് എൻ്റെ സത്യം. അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് ദോഷഫലങ്ങൾ ഉണ്ടാവുന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. പക്ഷേ യഥാർത്ഥത്തിൽ അതിനെ ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്? അവിടെയാണ് മുസ്ലിം യൂത്ത് ലീഗിലെ ചില കുട്ടികൾ ചെന്ന്, അല്ലെങ്കിൽ യുവാക്കൾ ചെന്ന് വെള്ളാപ്പള്ളി നരേശൻ സാറിന്റെ കോലം കത്തിച്ചു. അത് ശരിയല്ല. കോലം കത്തിക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ല. ഈ സാമുദായിക നേതാക്കളുടെ, ജാതി മത സംഘടനയിലുള്ള നേതാക്കളുടെ കോലം കത്തിക്കുന്നത് അത് കൗണ്ടർ പ്രൊഡക്റ്റീവാണ്. അത് ഉപയോഗശൂന്യമായ ഒരു കാര്യമാണ്. അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തേ ഉള്ളൂ. നമുക്ക് രാഷ്ട്രീയക്കാരുടെ കോലം കത്തിക്കാം. നമ്മുടെ ശ്രീ സഖാവ് പിണറായി വിജയൻ അവരുടെ കോലം കത്തിക്കാം, രമേശ് ചെന്നിത്തലജിയുടെയോ ശശി തരൂർ സാറിന്റെയോ VD സതീശൻ ജിയുടെയോ BJPയുടെ രാജീവ് ചന്ദ്രശേഖർ ജിയുടെയോ സുരേന്ദ്രൻ ജിയുടെയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒക്കെ കോലം കത്തിക്കാം. പക്ഷേ ഈ സാമുദായിക ജാതി മത നേതാക്കളുടെയൊക്കെ കോലം കത്തിക്കുമ്പോൾ അത് പലപ്പോഴും കൗണ്ടർ പ്രൊഡക്റ്റീവ് ആകും എന്നുള്ളതാണ്. അത് മറുഭാഗത്തൊരു വികാരം ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വെള്ളാപ്പള്ളി നരേശൻ സാറിന്റെ കോലം കത്തിച്ച് തെറ്റായിപ്പോയി, സംശയമൊന്നുമില്ല. അപ്പൊ അതിന് പകരമായിട്ട് ഇന്ന് പാലക്കാട്, ആ ജില്ലയിൽ മലപ്പുറത്ത് പോലുമല്ല, പാലക്കാട് ചില ആൾക്കാർ നേരെ തിരിച്ച് സാദിഖ് അലി തങ്ങളുടെ കോലം കത്തിച്ചു. മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സാദിഖ് അലി തങ്ങളോട് ദേഷ്യമൊന്നുമില്ല. ആ മുസ്ലിം ഈഴവ സ്പർദ്ധയിൽ അവർക്കൊരു സന്തോഷം. ഈ സ്പർദ്ധയിൽ നിന്നാണ് അവർ എനർജി കണ്ടെത്തുന്നത്. അതാണ് ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അതായത് ക്രിസ്ത്യാനികൾ ഞായറാഴ്ചയും മുസ്ലിങ്ങൾ വെള്ളിയാഴ്ചയും ഒത്തുചേർന്നാണ് അവരവരുടെ മനസ്സാകുന്ന മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്നത്, അവരുടെ ഐഡന്റിറ്റി റീചാർജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ സ്വത്വം ഇങ്ങനെ റീചാർജ് ചെയ്യുന്നത്. നമ്മുടെ മൊബൈൽ ഫോൺ പോലെ തന്നെയാണ് നമ്മുടെ ഐഡന്റിറ്റി, മനസ്സും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്യണം. നമ്മൾ ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു റീചാർജ് ഇല്ലാത്തത് കൊണ്ട് എപ്പോഴും ബാക്കി ആരുടെയെങ്കിലും ഡിസ്ചാർജ് എടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ബാക്കി ആരെയെങ്കിലും എതിര് പറഞ്ഞുകൊണ്ട് റീചാർജ് ചെയ്യാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായി ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഈ അപരമത
വിദ്വേഷമുള്ളത്. ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടായിരുന്നില്ല, ഭാരതകേസരി വന്നത്തൂപ്പിനാണ് ഉണ്ടായിരുന്നില്ല, പക്ഷെ പലപ്പോഴും ഇന്ന് പലരും അത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ സാദിഖ് അലി തങ്ങളെ അങ്ങനെ മാക്സിമം പ്രകോപനം നടത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോഴാണ് ഞാൻ പി.കെ. ഫിറോസിന്റെ ഒരു പോസ്റ്റ് കണ്ടത്. ഒരുപക്ഷെ എല്ലാ രാജ്യസ്നേഹികളും വായിക്കേണ്ട ഒരു പോസ്റ്റാണ്. യഥാർത്ഥത്തിൽ മനസ്സിൽ നന്മയുള്ള ഒരു ഇന്ത്യക്കാരന്, ഒരു നല്ല ഭാരതീയന്, നല്ല മുസൽമാന്, നല്ല മനുഷ്യന് എഴുതാൻ കഴിയുന്ന പോസ്റ്റാണ്. ഇതിന്റെ പോസ്റ്റ് ഞാൻ വായിക്കാം. അജണ്ട കൂടുതൽ വ്യക്തമാവുകയാണ്. ആദ്യം മലപ്പുറത്തിനെതിരെ വിദ്വേഷം പറയുക, പിന്നീട് സാദിഖ് അലി തങ്ങളുടെ കോലം കത്തിക്കുക, പരമാവധി പ്രകോപനമുണ്ടാക്കി സമാധാന അന്തരീക്ഷം തകർക്കുക, അതുവഴി മറ്റു പലർക്കും ലാഭമുണ്ടാക്കി കൊടുക്കുക. അടുത്തത് യൂത്ത് ലീഗ് പ്രവർത്തകരോടാണ്. അദ്ദേഹത്തിന്റെ ആൾക്കാരോട് പറയുകയാണ്, എരിവ് കയറ്റാനും എരുതിയിൽ എണ്ണ ഒഴിക്കാനും ഫേസ്ബുക്കിലെ വികാര ജീവികൾ ഒരുപാട് പേരുണ്ടാകും. അവരുടെ വാക്ക് കേട്ട് എടുത്തു ചാടരുത്. നിങ്ങളെ സംയമന പാർട്ടി, അതായത് മുസ്ലിം ലീഗിനെയും മുസ്ലിം യൂത്ത് ലീഗിനെയും സംയമന പാർട്ടി എന്നും കഴിവ് കെട്ടവരെന്നും അവരാക്ഷേപിക്കും. ആരാക്ഷേപിക്കും? തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ആക്ഷേപിക്കും. അവരെ അവഗണിച്ചേക്കുക. നമ്മുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും താല്പര്യം ഈ നാടിന്റെ സമാധാനമാണ്, സൗഹാർദ്ദമാണ്, മറക്കരുത്. ശ്രീ ഫിറോസിന് വലിയൊരു പ്രണാമം, ഒരു സ്നേഹത്തിന്റെ ആലിംഗനം കൊടുക്കുന്നു. ഇതേപോലുള്ള യുവാക്കളും ഇതേപോലുള്ള നേതാക്കളുമാണ് നമുക്ക് വേണ്ടത്. അതായത് ഈ പ്രകോപനം ഉണ്ടാക്കി ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാന്ന് കരുതുന്ന തീവ്ര ഹിന്ദുത്വവാദികൾ യഥാർത്ഥത്തിൽ അത് അവർ ചെയ്യുന്നതേ മനസ്സിലെ ഒരു ശൂന്യതയിൽ നിന്നാണ്, ഒരു ആഴമേറി. ഇത് ഇന്നും ഇന്നലെ അല്ല, നൂറ്റാണ്ടുകളായി തുടങ്ങുന്ന ഒരു പരിപാടിയാണ്. അതായത് ഞങ്ങള് ഹിന്ദുക്കളിലെ ഒരു വലിയ വിഭാഗം പശു അമ്മയാണെന്ന് വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് കൂടുതലും ബ്രാഹ്മണരും ബ്രാഹ്മണ സംസ്കാരത്തെ പിന്തുടരുന്നവരുമാണ് ഗോമാതാവായിട്ട് കരുതുന്നത്. അപ്പോൾ അമ്മയായി കാണുന്ന പശുവിനെ സ്വന്തമായി പശുവിന്റെ തല വെട്ടിയിട്ട് അമ്പലത്തിന്റെ ഫ്രണ്ടിലിട്ട് മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ് കലാപം നടത്താൻ ശ്രമിക്കുക. ഇതേപോലെ സ്വന്തമായി പന്നിയുടെ തല വെട്ടിയിട്ട് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പള്ളിയുടെ അടുത്തിട്ട് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ ചരിത്രത്തിൽ ഒരുപാട് തവണ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. കാര്യം ഈ തീവ്രതയുള്ളവർക്ക് അവരുടെ സമുദായത്തിലെ മിതവാദികൾക്ക് മേളിൽ ഒരു കൺട്രോൾ കിട്ടാനാണ്, മിതവാദികൾക്ക് മേളിൽ വിജയം നേടാനാണ്, തീവ്രവാദികൾക്ക് മിതവാദികളെ മാറ്റാനും സൗഹാർദ്ദവും സമന്വയവും സമവായവും വേണം എന്ന് പറയുന്നവരെ മാറ്റാനുള്ളൊരു വളഞ്ഞ വഴിയാണ് ഇതേപോലത്തുള്ള പ്രകോപനം ഉണ്ടാക്കുക. അടുത്ത 2-3 ദിവസങ്ങളിൽ പ്രകോപനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ പ്രകോപനങ്ങളിലൊന്നും പെട്ടുപോകരുത്. ഇനി തിരുവിതാംകൂർ ഭാഗത്തടക്കം, അതായത് ലോകഗുരുവായ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിമയ്ക്ക് നേരെ കല്ലെറിയുക, SNDP ഓഫീസുകൾക്ക് കല്ലെറിയുക, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഓഫീസിന് കല്ലെറിയുക, ആദരണീയരായ തങ്ങൾ കുടുംബത്തിലെ ബാക്കി ആരുടെയെങ്കിലും കോലം കത്തിക്കുക തുടങ്ങിയ ഒരുപാട് കലാപരിപാടികൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ചെയ്യുന്നത് ഈ മനസ്സിലെ വിദ്വേഷത്തിൽ നിന്നും ആത്മീയ ശൂന്യതയിൽ നിന്നും ഒക്കെയാണ്. പരമാവധി ഈഴവ മുസ്ലിം സ്പർദ്ധ എങ്ങനെ വളർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു വാക്യൂമാണ്. ഇത് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലെ ഈവിൾ ആണ്, നമ്മുടെ ഉള്ളിലെ തെറ്റാണെന്ന് തിരിച്ചറിയാൻ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് കഴിയട്ടെ. തീവ്ര ഇസ്ലാമിസ്റ്റുകളും തീവ്ര ഹിന്ദുത്വവാദികളും മാറി മിതവാദികളായ മെച്ചുവറായ നമ്മുടെ നേതാക്കൾ നമ്മളെ നയിക്കട്ടെ. ആ രീതിയിൽ സമൂഹത്തിൽ ഐക്യവും യോജിപ്പും ഉണ്ടാകട്ടെ. അത്തരം എല്ലാ തീവ്രതകളെയും എന്നും തുറന്നു നിൽക്കാൻ നമുക്ക് കഴിയണം. ആരെയും വേദനിപ്പിക്കാനോ അകറ്റി നിർത്താനോ അല്ല, പക്ഷേ തീവ്രതയെ മാറ്റി നിർത്താൻ, നന്മയെ, മിതവാദത്തെ, സമവായത്തെ, സമന്വയത്തെ, ഒരുമയെ, സൗഹാർദ്ദത്തെ, സാഹോദര്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. അതാണ് ലോകഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചത്. അതാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. വ്യത്യസ്ത പേരുകളിൽ നമ്മൾ വിളിക്കുന്ന ഈശ്വരനെന്നും അള്ളാഹെന്നും യാഹ്വേ എന്നും ഒക്കെ വിളിക്കുന്ന ദൈവം നമുക്ക് അനുഗ്രഹം നൽകട്ടെ. ജയ് ഹിന്ദ്.